സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ 10 കോടി രൂപ ചെലവിട്ട് മന്ത്രി പി രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 9 സംഘം വിദേശത്തേക്ക് പോകുന്നത്. ചെലവിനായി നീക്കിവച്ചിരിക്കുന്ന തുകയെ ബജറ്റ് ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതായും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷേമാനുകൂല്യങ്ങൾക്കും നിത്യനിദാന ചെലവുകൾക്കും പണമില്ലാത്ത പ്രയാസം നേരിടുന്ന ഘട്ടത്തിലാണ് വ്യവസായ മന്ത്രി പി രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാം വാർഷിക സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനാണ് വിദേശയാത്ര. വേൾഡ് എക്കണോമിക് ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നത് സംശയം ഭരണതലത്തിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. മന്ത്രി പി രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യാത്രാ സംഘത്തിലുണ്ട്. ഫോറത്തിൽ സംസാരിക്കുന്ന മന്ത്രി പി രാജീവിന് വൈറ്റ് ബാഡ്ജും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ലേറ്റർ ബാഡ്ജും എടുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുമുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. 10 കോടി രൂപ ചെലവഴിച്ച് 9 സംഘം വിദേശത്തേക്ക് പോകുന്നത് ദൂർത്താണെന്ന് വിമർശനമുണ്ട്. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. വിദേശയാത്രാ വിവാദത്തെ പരിഹസിച്ചും ന്യായീകരിച്ചും മന്ത്രി പി രാജീവ്. വിദേശയാത്രയ്ക്ക് പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം, എന്തു ചെയ്താലും കുറ്റമാണെന്നും പി രാജീവ് 24നോട് പ്രതികരിച്ചു. പോയില്ലെങ്കിൽ കുഴപ്പം, പോയാൽ കുഴപ്പം, അതാണ് നമ്മുടെ നാട്ടിൽ പൊതു കുഴപ്പം. മന്ത്രി പറഞ്ഞതിലൊരു ചില്ലറ ശരിയുണ്ട് താനും കേട്ടോ.